എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. കൊലോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2014 നവംബർ മാസം 25-ാം തീയതി മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഇങ്ങനെയാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരം പിഞ്ചു കുഞ്ഞിനെ പട്ടി കടിച്ചു കൊന്നു. 3 മാസം പ്രായമായ ബേബി കൽപ്പനയെ പുലർച്ചെ 4 മണിയോടെയാണ് പട്ടി കടിച്ചത്. അച്ഛനും അമ്മയുമൊത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ പട്ടി കടിച്ച് കീറുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച് കിടന്നിരുന്ന കുഞ്ഞിനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിൽ കുഞ്ഞ് മരിച്ചു. ടൗണിൽ ചെരുപ്പ് കുത്തിയായ കർണാടകയിലെ ഗോണിക്കുപ്പ സ്വദേശി ഗണേശൻ്റെ ഏക മകളാണ് ബേബി കൽപ്പന. ഹൃദയമുള്ള ഏതൊരാൾക്കും അല്പം നീറ്റലോടെ അല്ലാതെ വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ആ കുറിപ്പ്. അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ വർണ്ണങ്ങളാൽ ചാലിച്ചെടുത്ത് സുന്ദരമാക്കി സൂക്ഷിക്കാൻ നല്ലൊരു ബാല്യം പോലും നിഷേധിക്കപ്പെട്ട് തളർന്നുറങ്ങുന്ന ഒരു കുരുന്നു ജീവനെ തെരുവുനായ കടിച്ചു കീറിയ രക്തഗന്ധമുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ ജനന സമയത്ത് പൂർണ്ണ ഗർഭവതിയായ യൗവനക്കാരിയായ മറിയയും യോസെഫും നിസ്സഹായരായി അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ വഴിയമ്പലത്തിലും പശുത്തൊട്ടിയിലുമൊക്കെ എത്തിപ്പെടുന്നത് നമുക്കറിയാം. കാലിത്തൊഴുത്തിൻ്റെ അരക്ഷിതത്വത്തിൽ തണുത്തുറഞ്ഞ ആ മഞ്ഞ് രാത്രി ഭൂമിക്ക് സമ്മാനിച്ചത് ലോകത്തിൻ്റെ സമസ്ത അപരാധങ്ങളും നെഞ്ചിലേറ്റാൻ വിധിക്കപ്പെട്ട മനുഷ്യപുത്രനെയാണ്. അപ്പോൾ ജനനം മുതൽ തന്നെ പീഡാനുഭവങ്ങളുടെ കളിത്തോഴനാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു നമ്മുടെ കർത്താവ്. അധികാരഭ്രാന്തിൻ്റെയും മത അന്ധതകളുടെയും പേവിഷം മുഴുവൻ മനസ്സിൽ നിറച്ച റോമൻ ഭരണകർത്താക്കളും യഹൂദ മത നേതാക്കളുമായ ആളുകളാൽ കടിച്ചു കീറപ്പെട്ട് ഒടുവിൽ കാൽവരിയുടെ നെറുകയിൽ തൻ്റെ അവസാന തുള്ളി രക്തവും താഴേക്ക് പതിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്നാണ്. 33.5 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒന്നും നേടാത്തവർ ഒടുവിൽ പറയുന്നു സകലവും നിവൃത്തിയായി, എല്ലാം പൂർത്തിയായി. എന്താണ് കർത്താവ് പൂർത്തിയാക്കിയത്? ഇവിടെയാണ് കുരിശിൻ്റെയും കുരിശിലേറ്റപ്പെട്ടവൻ്റെയും മഹത്വം നമ്മൾ അറിയുന്നത്. മിഴികൾ പൂട്ടി ഹൃദയപൂർവ്വം ആ കുരിശിൻ ചുവട്ടിൽ നമുക്ക് ധ്യാനിച്ച് നിൽക്കുമ്പോൾ ആ കുരിശിന് നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയിലെ വിശ്വാസികൾക്ക് കത്തെഴുതുമ്പോൾ ജീവിതാനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത വിശ്വാസ തീക്ഷ്ണതയുടെ വാക്കുകളാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തു മാർഗത്തിൻ്റെ സകല വഴികളിൽ താൻ ഏറ്റെടുത്ത പീഡനത്തിൻ്റെ കനലുകൾ തന്നിലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി തീർത്തു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. രക്ഷണ്യ സുവിശേഷത്തിൻ്റെ സന്ദേശവും പേറി കഷ്ടാനുഭവങ്ങളുടെ മരുഭൂമികൾ താണ്ടി നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഭീഷണികളുടെയും ഇടവഴികൾ പിന്നിട്ട് കപ്പൽ ഛേദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും പേമാരികളുടെയും കടൽ വഴിയൊക്കെ കടന്ന് മറ്റൊരു കാൽവരി മനഃപൂർവ്വമായി ജീവിതത്തിൽ തീർക്കുമ്പോഴും പീഡാനുഭവങ്ങളുടെ തടവറയിൽ ഇരുന്ന് ദുഃഖാനുഭവങ്ങളുടെ അരണ്ട വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസ്
കൊലോസ്യ സഭയിലെ വിശ്വാസ സമൂഹത്തിന് ഹൃദയം കൊണ്ട് എഴുതുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. എൻ്റെ കഷ്ടപ്പാടുകൾ കാൽവറിയിൽ അവൻ ഏറ്റ മുറിവുകളോളം വരുന്നില്ല. എങ്കിലും അവൻ ഏൽക്കപ്പെടാതെ പോയ കഷ്ടതകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി എൻ്റെ ജഡത്തിൽ ഞാൻ ഏറ്റുകൊണ്ട് അവൻ ഏൽക്കപ്പെടാതെ പോയ കഷ്ടപ്പാടുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് പൗലോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പച്ച മനുഷ്യന് തടവറയിലെ കഠിനമായ പീഡാനുഭവങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും എഴുതാനും സാധിക്കുന്നത്? എന്താണ് അവനെ അതിന് പ്രാപ്തനാക്കി തീർക്കുന്നത്? ഈ നോമ്പുകാലം അതിനുള്ള ഉത്തരമായി തീരട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ 23 വരെ ധ്യാനപൂർവ്വം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും എന്തിനാണ് അവൻ ഏറ്റവും അപമാനകരമായ ശിക്ഷാരീതിയായ കുരിശുമരണം ഏറ്റെടുത്ത് ഏറ്റവും നിന്ദ്യമായ ക്രൂശിനെ ഏറ്റവും പവിത്രമായ ആരാധനാ പ്രതീകമാക്കി തീർത്തതെന്ന് പൗലോസ് വേദവാക്യങ്ങളുടെ അലങ്കാര വർണ്ണനകളിൽ ചാലിച്ച് നമ്മോട് വ്യക്തമായി സംവേദിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നു, ക്രിസ്തു, അതായത് അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ്. 18-ാം വാക്യം. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സകല സംസ്കാരങ്ങളെയും സ്വാധീനിക്കുന്ന കാലാതീതനായ ഒരു റോൾ മോഡലുണ്ട്. ഏതു മനുഷ്യനെയും ആപാദചൂടൻ രൂപാന്തരപ്പെടുത്തുന്ന മഹാമാരിൽ മഹാനായവൻ, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. ഇതാണ് പൗലോസ് കൊലോസ്യ സഭയോട് പറയാൻ ശ്രമിക്കുന്നത്. നോമ്പിൻ്റെ നാളുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പീഡ സഹനങ്ങളെ ഓർക്കുകയും എന്തെങ്കിലും അതിനു വേണ്ടിയും ആ സഹനത്തിന് വേണ്ടിയും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, പൗലോസിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, അത് നമ്മുടെ ശരീരങ്ങളിൽ അല്ലെങ്കിൽ ജീവിതങ്ങളിൽ പൂരിപ്പിക്കാൻ സാധിച്ചാൽ നോമ്പിൻ്റെ നാളുകൾ നമ്മൾ ധന്യതയുള്ളവരായിത്തീരും. അതിന് കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ഞങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ക്രൂശിൻ്റെ നൊമ്പരങ്ങളെ ധ്യാനിപ്പാൻ, അങ്ങയുടെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് വ്യത്യസ്തമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണകളുടെ വഴിയിലൂടെ അവിടുന്ന് നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.